അപ്പോഴേ ഇന്നും അതുപോലെ ആടിന് തീറ്റ മുറിക്കാൻ വന്നാണ്. അപ്പോൾ തെങ്ങുംതോപ്പിനകത്ത് എവിടെ ആടിന് തീറ്റയെന്ന് ചോദിക്കരുത്. തെങ്ങുംതോപ്പിൻ്റെ അപ്പുറം കുറേ വേപ്പ് മരമുണ്ട്. അപ്പോൾ ആ വേപ്പില ഓടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഇല പൊഴിയാറാവുന്നുണ്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തളിര് വന്നാൽ തിന്നത്തില്ല. ഇപ്പോഴാണെങ്കിൽ തിന്നും കേട്ടോ. അപ്പോഴാണ് ഞാൻ കണ്ട ഒരു കാഴ്ച കണ്ടത്. അതേണ്ട കണ്ടോ, പുളിയല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ ചീവയ്ക്ക. അപ്പോൾ ചീവയ്ക്ക എന്താണെന്ന് കുറേ ആൾക്കാർക്കൊക്കെ അറിയാം, ചുരുക്കം ചിലർക്ക് അറിയാതെ ഉള്ളായിരിക്കും. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് കേട്ടോ. അപ്പം ഒട്ടുമിക്കുള്ളവർക്ക് അറിയാം, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവത്തില്ല. കാണാത്തവർക്ക് വേണ്ടിയാണ്, കണ്ടിട്ടുള്ളവർക്ക് വേണ്ടിയല്ല കേട്ടോ. ഇപ്പോൾ ഇതുണ്ട്, ഇതാണ് ചീവക്കയുടെ കായ്. ഇല കണ്ടോ, ഞരുമുരു എന്നുള്ള കുറേ ഇലയും. അപ്പോൾ ഇത് ഇനിയും പാകമായിട്ടില്ല കേട്ടോ, ഉണങ്ങാൻ തുടങ്ങിയിട്ടില്ല. പച്ചക്കായാണ്. ഇതൊരു ചെറിയ മരമായത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് പറിക്കാൻ പറ്റുന്നത്. വലിയ മരമാണെങ്കിൽ കുറേ വള്ളി പോലെ ചുറ്റി കൂടാരം പോലെ ഇരിക്കും കേട്ടോ. ഇതൊരു കുഞ്ഞു മരമാണോ വള്ളിയാണോ എന്ന് എനിക്കും കൃത്യം പറയാൻ അറിയത്തില്ല. ഇത് വള്ളി പോലെയാണ് കാണുന്നത്, പക്ഷേ മരം പോലെയും കാണും. ഇതുണ്ട് കണ്ടോ, പാകമായിട്ടില്ല ഇനിയും. ഫെബ്രുവരി മാർച്ചോട് കൂടി ഇത് ഉണങ്ങാൻ തുടങ്ങും. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോൾ പൊഴിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ വിൽക്കാനൊക്കെ ആൾക്കാർ, പിന്നെ ചീവക്ക പറിക്കുന്ന ആൾക്കാർ ഇപ്പോഴേ പറിച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൊഴിഞ്ഞിട്ട് കിട്ടുന്നതും ഇപ്പോഴും കിട്ടുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. പൊഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഒരുപാട് ഉണങ്ങിയിട്ടാണ് പൊഴിയുന്നത്. അപ്പോൾ ഇതാകുമ്പോഴും കുറച്ച് ഭാരം ഉണ്ടാവും. വിൽക്കാനായിട്ട് പറിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പറിക്കും കേട്ടോ. അപ്പോൾ ഈ ചീവയ്ക്കയുടെ സീസൺ ആകുമ്പോൾ വഴിയരികത്തൊക്കെ ചീവയ്ക്ക മേടിക്കാനിരിക്കുന്ന ആൾക്കാരുണ്ടാവേ. അപ്പോൾ ഈ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വരുമാനമാണ് ഇതിപ്പോൾ. അതായത് ഇവർ ജോലി ചെയ്യാൻ പറ്റാത്തവർ ഒരു സഞ്ചിയും ഒരു തോട്ടിക്കമ്പുമായിട്ട് ഇറങ്ങും, ചീവയ്ക്ക പറിച്ച് ഉണക്കി കൊടുക്കും. അവർക്ക് ഒരു ചെറിയൊരു വരുമാനം ആവുന്ന പോലെ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചയാണ്, കുറച്ച് ദിവസം കൂടെയൊക്കെ ആവും ഉണങ്ങാൻ. പിന്നെ ഇത് ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും തലയിൽ തേക്കാനൊക്കെ എടുക്കാനും വലിയ ജോലിയല്ലേ, അത് കാരണം എടുക്കാറില്ല കേട്ടോ.